ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അടിപൊളി ഒരു കപ്പ ബിരിയാണി. കപ്പ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി നമ്മൾ വഴറ്റി കൊടുക്കുകയാണ്. എല്ലും ഇറച്ചിയും വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വഴറ്റിയതിന് ശേഷം ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫെന്ന് പറയുമ്പോൾ എല്ലും ഇറച്ചിയും കൂടി വേവിച്ചതാട്ടോ, വലിയ എല്ലാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് കുറുകി വരുമ്പോൾ കുറച്ച് വേവും കൂടി അതിൽ മിക്സ്ഡ് ആവാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വെള്ളം കുറച്ച് വറ്റി കഴിയുമ്പോൾ വേവിച്ച് വെച്ചേക്കണ കപ്പ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇവിടെ മൂവാറ്റുപുഴ ഭയങ്കര മഴയാണ്. മഴയത്ത് കപ്പയും എല്ലും ഇറച്ചിയും ഒക്കെ അടിപൊളിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. കുറച്ച് ബീഫ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നമുക്ക് ഒരു പങ്ക് ഇറച്ചി കൂടി കിട്ടി. അപ്പോൾ തയ്യാറാക്കണതാണ് കേട്ടോ. 4 മണി ചായക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. കഴിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കപ്പ ഇട്ട് കൊടുത്തു. അത് മിസ്സായി പോയിട്ടോ, ആ ഒരു വീഡിയോ സ്ലിപ്പായി പോയി. അപ്പോൾ കപ്പയെല്ലാം ഇട്ട് നമ്മൾ ഇളക്കി മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനിയും തുടരുക. അപ്പോൾ നമ്മൾക്ക് കപ്പയിറച്ചിയും കഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എന്താ പറയണ, സ്നേഹം മാത്രം. അപ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹത്തോടെ, എനിക്ക് 7K അടിച്ച് ആകാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.